ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷാ വേദിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ പുതിയ ഒരു വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ വിളിയെക്കുറിച്ച്, ദൗത്യങ്ങളെക്കുറിച്ച്, നമ്മുടെ വിളിയിൽ മുന്നേറുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പലപ്പോഴും പല വിധത്തിലുള്ള സംശയങ്ങളും ദുഃഖങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമുക്ക് മുൻപേ കടന്നുപോയ കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, പത്രോസിൻ്റെ വിളിയെ മനസ്സിലാക്കി, അവൻ ജീവിച്ചു പോയ വഴികളെ ധ്യാനിച്ച് എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ അവൻ ഏറ്റവും വിജയിച്ചത് എന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നു. ഇനിയുള്ള 5 ആഴ്ചകളിൽ പത്രോസിനെ ക്രിസ്തു വിളിച്ചതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നമ്മൾ ധ്യാനിക്കുക. ഈ ആഴ്ചയിൽ കർത്താവ് അപ്രതീക്ഷിതമായിട്ട് പത്രോസിനെ വിളിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിനെ എങ്ങനെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ജീവിത വിളിയും നമ്മുടെ ലക്ഷ്യങ്ങളും ദൈവം നമ്മളെ ബരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളും എല്ലാം കൃത്യമായ വിധത്തിൽ മനസ്സിലാക്കി ഏറ്റവും ഫലപ്രദമായ വിധത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒപ്പം കരുതാവുന്ന ഒരു കൈപ്പുസ്തകമായിട്ട് പത്രോസ് മാറുകയാണ്. പത്രോസിൻ്റെ വഴികളെ ധ്യാനിച്ച് പത്രോസിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിത വഴിയും പത്രോസിൻ്റെ വഴിയും തമ്മിൽ വലിയ അന്തരമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ചിലപ്പോഴെങ്കിലും നമ്മിൽ പത്രോസും പത്രോസിൽ നമ്മളെയും കാണാനായിട്ട് സാധിക്കും. അല്പം കൂടി സന്തോഷത്തോടെ, അല്പം കൂടി ദൃഢനിശ്ചയത്തോടെ, അതിലുപരി ആശ്വാസത്തോടെ തമ്പുരാൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിലേക്ക് മുന്നേറുവാൻ ഈ പത്രോസ് ധ്യാനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. എല്ലാ വചനങ്ങളും ഒരുമിച്ച് വായിച്ച് അതിന് ഒരു വ്യാഖ്യാനം നൽകുന്നതിന് പകരം ഓരോ വചനവും വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം നൽകി നമ്മൾ സ്റ്റെപ്പായിട്ടാണ് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: ദൈവവചനം ശ്രവിക്കാൻ ജനക്കൂട്ടം അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. യഹൂദർക്കെല്ലാവർക്കും സുപരിചിതമായ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് ജനക്കൂട്ടത്തോട് സംസാരിക്കാനായിട്ട് കർത്താവ് കാത്തു നിൽക്കുമ്പോഴാണ് പത്രോസിനുള്ള വിളി ലഭിക്കുന്നത്. കർത്താവ് ജനക്കൂട്ടത്തോട് സംസാരിക്കാൻ, ദൈവജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങുമ്പോഴാണ് പത്രോസിനെ വിളിക്കുക. ഓരോ വിളിയുടെയും ആത്യന്തികമായ ലക്ഷ്യം ദൈവജനത്തിൻ്റെ ക്ഷേമമാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു വിളിയുമായിക്കൊള്ളട്ടെ, അത് പൗരോഹിത്യ ജീവിതത്തിലേക്കാകാം, സന്യാസ സമർപ്പണത്തിലേക്കാകാം, ഏത് ജീവിതത്തിലേക്കായാലും ഇത് ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ദൈവജനത്തിൻ്റെ സുരക്ഷിതത്തിനായിട്ട്, ദൈവജനം കൃപകളാൽ നിറയപ്പെടുവാനായിട്ട് മാറ്റിവെക്കപ്പെടുന്നതാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പത്രോസിനെ കർത്താവ് ദൈവജനവുമായിട്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിളിക്കുക. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ഇതാണ് 2-ാമത്തെ വചനം. ഒരുപക്ഷെ മീൻപിടുത്തവുമായി ബന്ധമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തിരുവചനമാണ്. മത്സ്യബന്ധനത്തിന് ശേഷം അവർക്ക് ലഭിച്ചതെല്ലാം വേണ്ട പാത്രങ്ങളിലൊക്കെ ആക്കി അതെല്ലാം കച്ചവടം നടത്തിയതിന് ശേഷം അവസാനം ചെയ്യുന്ന ജോലിയാണ് വല കഴുകൽ. ഒരുപക്ഷെ അന്നുള്ള മത്സ്യബന്ധന സമയത്ത് വലയിലേക്ക് കയറിപ്പോയ പഴയ എന്തെങ്കിലുമൊക്കെ ചെടികളുടെ ഇലകളോ കടലിലുള്ള മറ്റെന്തെങ്കിലും പാഴ്വസ്തുക്കളോ അല്ലെങ്കിലും ഉപയോഗശൂന്യമല്ലാത്ത മറ്റേതെങ്കിലും മത്സ്യാവശിഷ്ടങ്ങളൊക്കെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുവാൻ, വലയിൽ എന്തെങ്കിലും പൊട്ട് വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുവാൻ, അതെല്ലാം ക്രമീകരിക്കുവാൻ, അതുപോലെ തന്നെ അല്പം കൂടി നല്ല നിലയിലേക്ക് തങ്ങളുടെ വല ക്രമീകരിക്കാനായിട്ട്
മുക്കുവന്മാർ തിരഞ്ഞെടുക്കുന്ന സമയമാണത്. അവർ വലയെല്ലാം കഴുകി ഉണക്കാനിട്ടതിന് ശേഷമാണ് അവരുടെ ഭവനങ്ങളിലേക്ക് പോവുക. ഇവിടെ 2 വള്ളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നവരെല്ലാം വല കഴുകുകയായിരുന്നു. അതായത് അവരുടെ കഠിനമായ അധ്വാനത്തിന് ശേഷം അവർ ഭവനത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ വചനം ഇങ്ങനെയാണ് ആരംഭിക്കുക: ശിമെയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. വഞ്ചിയിലിരുന്ന് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു. 2 വള്ളങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്: കർത്താവ് എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്? എന്നെക്കാളും ശ്രേഷ്ഠരായ, എന്നെക്കാളും കഴിവുകളുള്ള, നന്മകളുള്ള, ഒരുപക്ഷെ അല്പം കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള, പ്രാർത്ഥനാനുഭവമുള്ള, വിശുദ്ധിയുള്ള ഒത്തിരി പേര് എൻ്റെ ചുറ്റുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കർത്താവ് എന്നെ വിളിച്ചു? ഇവിടെ നമുക്ക് കാണാം 2 വള്ളങ്ങളാണ് തിരുവചനങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നത്. കർത്താവ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ഒന്നാണ്. ഇത് നമുക്കൊരു ഉത്തരം കൂടിയാണ്. എന്തുകൊണ്ട് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു? എന്നെക്കാളും കഴിവുള്ള, കൃപയുള്ള, നന്മകളുള്ള, വിശുദ്ധിയുള്ള, നല്ല ജീവിത സാഹചര്യങ്ങളുള്ള ഒത്തിരി പേര് ചുറ്റുമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഏതൊരു വിളിക്കപ്പെട്ടവൻ്റെയും സംശയമാണ്. ആ സംശയത്തിന് ഉത്തരമില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം തിരഞ്ഞെടുക്കുന്നത് കർത്താവാണ്. അവന് അവൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചാണ് കർത്താവ് വിളിക്കുക. മനുഷ്യൻ തീരുമാനിക്കുന്ന വ്യക്തികളെയല്ല, കർത്താവ് സ്വന്തമായിട്ട് അവൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിളിക്കുന്നവനാണ് കർത്താവിന് വേണ്ടിയിട്ട് വേല ചെയ്യുക എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹീ നെവർ കോൾസ് ദ പ്രിപ്പയർഡ് ബട്ട് ഹീ പ്രിപ്പയേഴ്സ് ദ കോൾഡ് എന്നാണ് പറയുക. കർത്താവ് ഒരിക്കലും ഒരുങ്ങിയിരിക്കുന്നവരെ വിളിക്കുന്നില്ല, മറിച്ച് വിളിക്കുന്നവരെ ഒരുക്കുകയാണ് ചെയ്യുക. പത്രോസും മറ്റു വള്ളങ്ങളിലുള്ള ആളുകളെപ്പോലെ അധ്വാനത്തിന് ശേഷം ഭവനത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ കർത്താവ് ആ വഞ്ചിയിലേക്ക് പ്രവേശിക്കുന്നു. അവനോട് മറ്റൊന്നും പറയാൻ അനുവദിക്കാതെ വഞ്ചി അല്പം നീക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവൻ അല്പം വഞ്ചി വെള്ളത്തിലേക്ക് നിൽക്കുന്നു. അവിടെ ഇരുന്ന് ജനക്കൂട്ടത്തെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും അങ്ങനെയാണ്. കർത്താവ് ഏകപക്ഷീയമായിട്ട് നമ്മളെ ആക്രമിക്കുകയോ കീഴടക്കുകയല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് കർത്താവിൻ്റെ ഹിതം വെളിപ്പെടുത്തുകയാണ്. നമ്മളത് സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു, നമ്മളതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നു. ഇവിടെ പത്രോസിൻ്റെ വഞ്ചിയിൽ വീട്ടിൽ പോകാൻ കരുതി നിൽക്കുന്ന, ഒരുപക്ഷെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള ആളായിരിക്കാം പത്രോസ് തിരികെ വീട്ടിൽ ചെന്നിട്ട് വേണം ഒരുപക്ഷെ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടതെല്ലാം ഒരുക്കുവാൻ. ഒരുപക്ഷെ അവൻ വരുന്നത് കാത്തിരിക്കുന്നവർ ഭവനത്തിലുണ്ടാകാം. മരുന്ന് വാങ്ങാനോ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനോ ഒക്കെ ആയിട്ട് കുടുംബത്തിലുള്ളവർ പത്രോസിനെ കാത്തിരിക്കുകയാകാം. അവന് അവൻ്റേതായ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. പക്ഷേ കർത്താവ് വരുന്നു, അതെല്ലാം അവിടെ നിൽക്കുകയാണ്. കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വഞ്ചിയിലിരുന്ന് ദൈവജനത്തെ ക്രിസ്തു പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമെയോനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വലയിറക്കുക. ഒരാൾ ഒറ്റയ്ക്കല്ല മീൻ പിടിക്കാൻ പോകുന്നത്. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചാണ് എന്നും അവരുടെ അധ്വാനം കഴിഞ്ഞ രാത്രിയിൽ നിഷ്ഫലമായി പോയി എന്നും അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ശിമെയോൻ്റെ വഞ്ചിയിലേക്ക് കയറുക. അവൻ വീട്ടിൽ പോകാൻ തിടുക്കമുള്ളവനായിരുന്നിട്ടും അവന് വീട്ടിൽ പോയി പലതും ചെയ്യാനുണ്ടായിരുന്നിട്ടും അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് ശിമെയോൻ്റെ വഞ്ചിയിൽ പ്രവേശിക്കുന്നു. അവനെ ദൈവജനത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് അവനെ കർത്താവ് ഉപയോഗിക്കുന്നു. അതിനുശേഷം അവൻ്റെ ജീവിതാവസ്ഥയിലേക്ക് കർത്താവ് നോക്കുകയാണ്. കർത്താവ് അവനോട് പറയുന്നു, വലയിറക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ശിമെയോൻ മറുപടി പറയുകയാണ്, ഗുരോ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ശിമെയോൻ അവരുടെ ജീവിതാവസ്ഥയാണ് കർത്താവിൻ്റെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുക. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. ആരാണ് ശിമെയോൻ? അവൻ മുക്കുവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവനാണ്. ഗലീലിക്കടലിൻ്റെ ആഴവും നീളവും അവനറിയാം. എവിടെയാണ് മീൻ ലഭിക്കുക, ഏത് മീനാണെന്നറിയാം, എപ്പോൾ മീൻ പിടിക്കണമെന്നറിയാം,
എവിടെയൊക്കെയാണ് ഏതെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളാണ് ലഭിക്കുക എന്നും പത്രോസിന് കൃത്യമായിട്ടറിയാം. ആ പത്രോസ് കഴിഞ്ഞ രാത്രി മുഴുവൻ 1-2 മണിക്കൂറല്ല, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറുമീനിനെ പോലും കിട്ടിയിട്ടില്ല. അവിടെയാണ് വെറും മരപ്പണിക്കാരൻ്റെ മകനായ ഈശോ കടന്നു വരുന്നതും ഈശോ അവനോട് പറയുകയാണ്, നീ വലയിറക്കുക, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വലയിറക്കുക. വേണമെങ്കിൽ പത്രോസിന് ഇങ്ങനെ ചിന്തിക്കാം, ഇത് പറയാൻ ഇവനാര്? ഇവന് എന്ത് അറിവാണുള്ളത്? ഇവനെന്ത് കഴിവാണുള്ളത്? എന്നേക്കാളും കഴിവുള്ള ഒരാളാണോ ഈശോ എന്ന് വേണമെങ്കിൽ പത്രോസിന് ചിന്തിക്കാം. പക്ഷേ പത്രോസ് അവൻ്റെ അവസ്ഥ, അവൻ്റെ തോൽവി, അവൻ്റെ പരാജയം തമ്പുരാൻ്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല കർത്താവേ എന്നുള്ള തൻ്റെ തോൽവി ഹൃദയവ്യതയോടുകൂടി പത്രോസ് ഏറ്റു പറയുകയാണ്. അത് പത്രോസിൻ്റേത് മാത്രമല്ല, അവൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും സങ്കടത്തിൻ്റെ അവസ്ഥയാണ്. ആ വചനം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടി അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, എങ്കിലും നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. എങ്കിലും നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ആദ്യത്തെ ഭാഗം പലപ്പോഴും നടക്കുന്നുണ്ട്. നമ്മുടെ തോൽവികൾ ഏറ്റുപറയുന്നുണ്ട്, നമ്മുടെ കുറവുകൾ, പരാജയങ്ങൾ, നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കർത്താവെ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാമെന്നുള്ള പത്രോസിൻ്റെ ആ ആത്മവിശ്വാസം, അത് എൻ്റെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും കഴിഞ്ഞ രാത്രിയിൽ അധ്വാനം, കഴിഞ്ഞ രാത്രിയിൽ നിരാശ, കഴിഞ്ഞ രാത്രിയിലുണ്ടായ എല്ലാ അധ്വാനത്തിൻ്റെയും വിഫലമായ പരിശ്രമങ്ങൾ, അത് എന്നെ അല്പം കൂടിയൊക്കെ കടുത്ത മനുഷ്യനാക്കി, കാഠിന്യമുള്ള ഹൃദയമുള്ളവനാക്കി മാറ്റാം. അത് കർത്താവിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാതിരിക്കാനായിട്ട് ഒരു പക്ഷേ എന്നെ പ്രേരിപ്പിക്കാം. ചിലപ്പോഴെങ്കിലുമൊക്കെ ദൈവിക പദ്ധതിയോട് വിമുഖത കാണിക്കാനായിട്ട് അതെനിക്ക് ഇടയാക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വിട്ടുപോകാനും സാധ്യതയുണ്ട്. നമ്മളൊരു പക്ഷെ പറയാതിരിക്കും, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല കർത്താവ്, അതുകൊണ്ട് ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. ഇവിടെ പത്രോസ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവൻ ആ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായ മറ്റൊന്നുകൂടി ഏറ്റുപറയുകയാണ്, എങ്കിലും നീ പറയുന്നതനുസരിച്ച് ഞാൻ വലയിറക്കാം. നമ്മുടെ വൈവാഹിക ജീവിതം ഒരുപക്ഷെ ഇത്രയും കാലം നമുക്ക് സന്തോഷമോ സമാധാനമോ നൽകിയിട്ടുണ്ടാകാൻ ചിലപ്പോൾ സാധ്യത ഇല്ലായിരുന്നിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ വിളിയിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, ദൗത്യങ്ങളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ പഠനങ്ങളിലെല്ലാം ഇതുവരെ നമുക്ക് ലഭിച്ചത് സങ്കടങ്ങളാകാം, പരാജയങ്ങളാകാം. കർത്താവ് നമ്മോട് പറയുകയാണ്, ഇതുവരെയുള്ള നിൻ്റെ സമ്പാദ്യം, ഇതുവരെയുള്ള നിൻ്റെ നേട്ടങ്ങൾ, ഇതുവരെയുള്ളതെല്ലാം ഒരുപക്ഷെ തോൽവിയുടെ പേരിൽ അടയാളപ്പെടുത്തപ്പെട്ടതായിരിക്കാം. സാരമില്ല, കർത്താവ് കടന്നു വരുന്നു. ഇന്ന് കർത്താവ് നിൻ്റെ വഞ്ചിയിലുണ്ട്, നിൻ്റെ ഭവനത്തിലുണ്ട്. ഇതുവരെയുള്ള നിൻ്റെ അധ്വാനങ്ങളെല്ലാം നീ ഒറ്റയ്ക്ക് നടത്തിയതാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. നിൻ്റെ അധ്വാനങ്ങളെല്ലാം, നിൻ്റെ യുദ്ധങ്ങളെല്ലാം, നീ ചെയ്തതെല്ലാം ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് ഇതാ നീ ആഗ്രഹിക്കാത്ത നിമിഷമായിരുന്നിട്ട് കൂടി കർത്താവ് നിൻ്റെ വഞ്ചിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ ശുശ്രൂഷകളിലേക്ക്, നിൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. അവൻ പറയുന്നു, നീ വലയിറക്കുക. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മുമ്പിൽ നിൻ്റെ അനുസരണത്തിന്, കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് നിന്നെ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടി നൽകപ്പെടുകയാണ്. നമ്മുടെ മുമ്പിൽ 2 സാധ്യതയാണുള്ളത്. ആദ്യത്തെ സാധ്യത, ഇതുവരെയുണ്ടായ നഷ്ടങ്ങളുടെ പേരിൽ ഹൃദയം അല്പം കൂടി കനം കൂട്ടി ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോവുക. രണ്ടാമത്തേത്, പത്രോസിനെ പോലെ കർത്താവെ, എങ്കിലും നീ പറയുന്നതനുസരിച്ച് വലയിറക്കാമെന്ന് പറയുന്നതാണ്. നമുക്ക് കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പത്രോസിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്കും പറയാനായിട്ട് സാധിക്കട്ടെ, കർത്താവ്, ഇതുവരെ സംഭവിച്ചതെല്ലാം പരാജയമാണ്, ഇതുവരെ സംഭവിച്ചതെല്ലാം മോശമാണ്, ഇതുവരെ സംഭവിച്ചതെല്ലാം തോൽവിയാണ്. പക്ഷേ ഇന്ന് നിൻ്റെ കരം പിടിച്ചുകൊണ്ട് പത്രോസിനെ പോലെ ഞങ്ങളും പറയുകയാണ്, കർത്താവേ, നീ പറയുന്നതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. 5-ാമത്തെ വചനം അവസാനിക്കുമ്പോൾ മനോഹരമായ ഒരു അത്ഭുതത്തിലേക്ക് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ, 6-ാമത്തെ വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, അങ്ങനെ ചെയ്തപ്പോൾ വളരെ വലിയൊരു മത്സ്യക്കൂട്ടത്തെ അവർ പിടിച്ചു, അവരുടെ വല കീറിത്തുടങ്ങി. മീൻ പിടിക്കുന്നവർക്കറിയാം, സാധാരണ വല കീറുകയില്ല. വെള്ളത്തിൽ കിടക്കും തോറും വലയുടെ ശക്തി കൂടുകയാണ് പതിവ്. ഇതാ ആദ്യമായിട്ട്
മത്സ്യത്തിൻ്റെ ആധിക്യം മൂലം വല കീറുന്ന ഒരു അനുഭവത്തിലേക്ക് പത്രോസ് വരികയാണ്. ഇതുവരെ അവൻ്റെ മത്സ്യബന്ധനത്തിലൊന്നും ക്രിസ്തുവിന് സ്ഥാനമുണ്ടായിരുന്നില്ല. ഇന്നിതാ ആദ്യമായി ക്രിസ്തു അവൻ്റെ വഞ്ചിയിലേക്ക് കാലെടുത്ത് വെച്ചു. ഈ മത്സ്യബന്ധനത്തിൽ വല കീറാൻ ഉതകുന്ന വിധത്തിലാണ് അവന് മത്സ്യസമ്പത്ത് ലഭിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ച്, നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച്, നമ്മുടേതായ ഗുണങ്ങളിലും നന്മകളിലും ആശ്രയിച്ച് മീൻ പിടിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ കർത്താവ് വിജയങ്ങൾ നൽകിയിട്ടുണ്ടാകാം. പക്ഷേ അത് വല കീറാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു വിജയമായിരുന്നില്ല എന്ന് നമുക്കറിയാം. കർത്താവ് വല കീറാൻ ഉതകുന്ന വിധത്തിലുള്ളൊരു വിജയം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ വല കീറിക്കൊണ്ട് ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് പത്രോസിനെ ക്ഷണിക്കുകയാണ്. പത്രോസിൻ്റെ വല കീറിക്കൊണ്ട് കർത്താവ് അവനെ സ്വന്തമാക്കുകയാണ്. വല കീറുന്നതോടൊപ്പം പത്രോസിൻ്റെ ഹൃദയവും കീറുന്നുണ്ട്. ആ വല നിറയെ വലിയ മത്സ്യസമ്പത്തുമായിട്ട് അവരെല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആംഗ്യം കാണിച്ചു. 7-ാമത്തെ വചനം അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക. ഇതൊരു മനോഹരമായ വചനമാണ്. പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും മനസ്സിലാകാനൊന്നും ഇല്ലെങ്കിലും 7-ാമത്തെ വചനത്തിൽ ഒരു വലിയ സന്ദേശം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആംഗ്യം കാണിച്ചു. ആരാണ് മറ്റേ വള്ളം? കർത്താവ് കയറാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വള്ളം കൂടി അവിടെയുണ്ട്. ആ വള്ളത്തെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷിക്കുക. ഈശോ വന്നപ്പോൾ, സംസാരിക്കാനായിട്ട് വന്നപ്പോൾ 2 വള്ളങ്ങളുണ്ടായിരുന്നു. പത്രോസിൻ്റെ വള്ളത്തിലാണ് കർത്താവ് പ്രവേശിച്ചത്. ഒരു വള്ളം അവിടെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ വള്ളത്തിലുള്ളവർക്കും കർത്താവ് കൃപ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എന്നെ വിളിക്കുമ്പോൾ, എൻ്റെ കുടുംബത്തെ മാറ്റി നിർത്തുമ്പോൾ, എനിക്കുള്ളതിനെ നവീകരിക്കുമ്പോൾ, എൻ്റെ കൃപകളുടെ മേൽ കർത്താവ് വിശുദ്ധി നൽകുമ്പോൾ ഞാൻ തിരിച്ചറിയണം, എനിക്ക് നൽകപ്പെട്ടതൊന്നും എനിക്ക് മാത്രമായിട്ട് ഒതുക്കി വയ്ക്കാനുള്ളതല്ല. അത് ചുറ്റുമുള്ളവർക്ക്, ആരൊക്കെയാണോ വിളിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടായിട്ടിരുന്നത് അവർക്കെല്ലാവർക്കുമായിട്ട് നൽകാനുള്ളതാണ്. ദൈവം തരുന്ന കൃപകളൊന്നും വ്യക്തിപരമല്ല എന്ന് പറയുക. ദൈവം തരുന്ന കൃപകളെല്ലാം പൊതുനന്മയ്ക്കുള്ളതാണ്. എനിക്ക് ദൈവം നൽകിയ എല്ലാ കൃപകളും ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ പത്രോസ് തൻ്റെ വള്ളത്തിലുണ്ടായിരുന്ന, തനിക്ക് ലഭിച്ച ആ വലിയ മത്സ്യസമ്പത്ത് തനിക്ക് വേണ്ടി മാത്രമായിട്ട് നിജപ്പെടുത്താതെ മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുകയാണ്. അവൻ്റെ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, സമ്പത്തിലേക്ക് മറ്റുള്ളവരെ കൂടി ചേർത്ത് നിർത്തുകയാണ്. ഇത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപകളോട് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു അടയാളമാണ്. ദൈവം എത്രമാത്രം കൃപകളാണ് നമുക്ക് നൽകുന്നത്, എത്രമാത്രം നന്മകളാണ് നൽകുക. ആരോഗ്യം, സമ്പത്ത്, എത്രമാത്രം ജീവിത സന്തോഷങ്ങളിലൂടെയാണ് അവൻ നമ്മളെ കടത്തിവിടുക. എൻ്റെ സന്തോഷങ്ങളിൽ, എൻ്റെ ആനന്ദങ്ങളിൽ, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ആരോഗ്യത്തിൽ, എൻ്റെ സമയങ്ങളിലെല്ലാം മറ്റുള്ളവരുമായിട്ട് ഓഹരി പങ്കിടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് ചേർത്ത് നിർത്തുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം അനുവദിച്ച അധികങ്ങളിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നൽകുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ദൈവം എല്ലാവർക്കും നൽകാനായിട്ട് എന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുക. ദൂരെ യാത്ര കഴിഞ്ഞ് വരുന്ന ഒരു പിതാവ് തൻ്റെ മൂത്ത മകൻ്റെ കൈകളിൽ എല്ലാവർക്കുമായി കൊടുക്കാനുള്ള മധുരപലഹാരങ്ങൾ നൽകുന്നത് പോലെ നമ്മുടെ കരങ്ങളിലേക്ക് കർത്താവ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പങ്കുവയ്ക്കുമെന്നുള്ള പ്രതീക്ഷയും നൽകുന്നതാണ് നമ്മുടെ സമ്പത്ത്. അത് ചുറ്റുമുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ, നമ്മുടെ സമയവും അറിവും കഴിവും എല്ലാം പങ്കുവയ്ക്കാനായിട്ട് ഈ തിരുവചനം നമ്മളെ ബാധ്യസ്ഥപ്പെടുത്തുകയാണ്. ഇത് നിസ്സാരമായൊരു കാര്യമല്ല എന്നും നമുക്ക് ലഭിച്ച എല്ലാ അത്ഭുത കൃപകളും എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കേണ്ടതാണ് എന്നും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. പത്രോസ് കൊടുത്ത ആ വലിയ സാധ്യത മറ്റുള്ളവരും വിനിയോഗിക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്കും വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. 8-ാമത്തെ വചനം മനോഹരമാണ്. ഇത് കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുക. കർത്താവിനെ കണ്ടെത്തുന്ന എല്ലാവരുടെ മുമ്പിൽ ഏറ്റവും ആദ്യം വരുന്ന ചിന്ത ഇതാണ്: കർത്താവേ, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ അയോഗ്യനാണ്, ഞാൻ കുറവുകളുള്ളവനാണ്, ഞാൻ ബലഹീനനാണ്,
എന്നിൽ നിന്ന് നീ മാറിപ്പോകണമേ എന്നാണ് പത്രോസ് അപേക്ഷിക്കുന്നത്. പക്ഷേ കർത്താവ് അവനെ അവിടെ ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് 10-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക. ഈശോ അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ച പത്രോസിനോട് കർത്താവ് പറയുന്നത്, നീ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ്. പത്രോസിനോട് കർത്താവ് പറയുന്ന മാത്രയിൽ പത്രോസ് വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്നാണ് വചനം പറയുക. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കാനായിട്ട് കർത്താവ് വലകീറിയ പത്രോസിനെയാണ് നമ്മൾ ധ്യാനിച്ചത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വലകീറൽ അനുഭവങ്ങൾ കർത്താവ് തരുന്നുണ്ടാകാം. നമ്മുടെ വിളി അല്പം കൂടി ശക്തമായിട്ട് കാണാൻ, അല്പം കൂടി കൃത്യമായിട്ട് ഒരു അവലോകനം നടത്തുവാൻ, എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ചരിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകിയ ഈ വിളി അതിൻ്റെ എല്ലാ പൂർണ്ണതകളോടും കൂടി ആഘോഷിക്കുന്നവരാകുവാൻ, അതിൻ്റെ സന്ദേശവും സന്തോഷവും എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നവരാകുവാൻ, അതുവഴി ക്രിസ്തുവിനെ അല്പം കൂടി ആഴത്തിൽ അനുഭവിക്കുന്നവരും അനുഗമിക്കുന്നവരുമാകുവാനുമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ. കർത്താവ് പത്രോസിനെ വിളിച്ചതുപോലെ നമ്മളെല്ലാവരും വിളിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് നടക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.